അമൂലിന്റെ ബട്ടർ, അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് മേടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പ്യുവർ ബട്ടറാണ്. എന്തൊരു ചൊറിച്ചില്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? അമൂല്, മിൽമ തുടങ്ങിയ ബ്രാൻഡുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ചോദ്യമാണ്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. 1 ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ 1 കിലോ ബട്ടർ ഉണ്ടാക്കാൻ 20 ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല എന്നാണ് കണക്ക്. ഇപ്പം മിൽമ ഇപ്പം കർഷകർക്ക് കൊടുക്കുന്ന വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 800 രൂപയുടെ അടുത്ത് വിലയുടെ പാല് വേണം. അതെങ്ങനെ മനസ്സിലായി? പാല് സംഭരിച്ച് ഒരു പ്ലാന്റിൽ എത്തിക്കണം അല്ലെ, വലിയൊരു പ്ലാന്റ് വേണം. നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കലേ ഇല്ല. ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി വേണം, ബേസ് മാനേജ്മെന്റ്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം. എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി ഇത്? 100 കണക്കിന് ചെലവ് അവിടെ ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞ് ഇത് പാക്കേജ് ചെയ്യണം, ബ്രാൻഡിങ് കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ അതൊക്കെ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റീറ്റെയിലർ എടുത്തിരിക്കണം. റീറ്റെയിലർ ഒരു മാർജിൻ എടുക്കില്ലേ, സൂപ്പർ മാർക്കറ്റ് ആയാലും ആരായാലും. ഇതൊക്കെ കാര്യമായിട്ട് പറയാണോ? സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. എല്ലാം കഴിയുമ്പോൾ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസക്കല്ലേ ഇത് വെക്കേണ്ടത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം? എന്തായിരിക്കും കാരണം? മനസ്സിലായില്ല. എന്നിട്ട് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്? ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇവരിത് നഷ്ടത്തിന് നോക്കുന്നുണ്ടാവുക. അമൂല ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാകുന്ന കമ്പനിയാണ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ആയാലും കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൽ ബുദ്ധിമാനായിട്ടൊന്നും അഭിനയിക്കൊന്നും വേണ്ട. എനിക്ക് അത്രക്കൊന്നും ബുദ്ധിയില്ല. പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്നൊരു ബിരിയാണിക്കാരൻ മിൽമയുടെ അമൂലിന്റെ നെയ്യ് കൊടുത്താൽ അംഗീകരിക്കില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാനോട് തല്ലാൻ ഇതിലും നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തതാ. ഞങ്ങളാരും പൊതുവെ മിൽമയുടെ അമൂലിന്റെ ബട്ടറോ ഗീയോ ഒന്നും ഉപയോഗിക്കാറില്ല. മിസ്റ്റർ ടോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാൾ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ഇത് പരിപാടി? പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നു? അറിഞ്ഞുകൊണ്ട്